വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയിൽ വെച്ച് നടത്തിയ പാനൽ ചർച്ച. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: വയനാട് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ജെറിനസ് ജെറോഡ്, മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മുൻ ശിശുരോഗ വിദഗ്ധനും IAP വയനാട് പ്രസിഡന്റുമായ ഡോക്ടർ ചന്ദ്രശേഖരൻ, കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രാകേഷ്, മേപ്പാടി CHCയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അർജുൻ CM. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജെറിനസ് ജെറോഡ്, വയനാട് ജില്ലാ RCH ഓഫീസറാണ്. 2026 ഏപ്രിൽ മാസം 24 മുതൽ 30 വരെ ലോകമെമ്പാടും ലോക പ്രതിരോധ കുത്തിവയ്പ്പ് വാരമായി അല്ലെങ്കിൽ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്കായി ആചരിക്കുന്നുണ്ട്. എല്ലാ തലമുറകൾക്കും വാക്സിൻ ഫലപ്രദമാണ്, അതായത് ഫോർ എവരി ജനറേഷൻ വാക്സിൻ വർക്സ് എന്നതാണ് ഈ വർഷത്തെ വാക്സിനേഷന്റെ അല്ലെങ്കിൽ ലോക പ്രതിരോധ കുത്തിവയ്പ്പ് വാരത്തിന്റെ പ്രമേയം. വാക്സിനുകളുടെ കണ്ടുപിടുത്തം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. 1974 ശേഷമാണ് വാക്സിനേഷൻ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പ്രചാരത്തിൽ വരികയും രോഗങ്ങളെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ കുത്തിവയ്പ്പ് ഇന്ന് കാണുന്ന അളവിലേക്ക് എത്തുകയും ചെയ്തത്. ഈ ലോകത്ത് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കണ്ടുവന്നിരുന്ന പോളിയോ അല്ലെങ്കിൽ വസൂരി പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മൾ വിട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ അവയെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചത് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ഇത്രയും ഡെവലപ്മെന്റ് നമ്മുടെ ഈ ഒരു വാക്സിനേഷന്റെ കാര്യത്തിൽ ഉണ്ടായെങ്കിലും ഇപ്പോഴും ലോകത്തിൽ ജനിക്കുന്ന ഏകദേശം 2 കോടിയോളം കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു വാക്സിനേഷൻ, ഈ ഒരു വീക്ക് ഒബ്സർവേഷന്റെ ഇമ്പോർട്ടൻസ് കൂട്ടുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ഉള്ളത് IAP പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ സാർ, നമ്മുടെ ജില്ലാശുപത്രി മാനന്തവാടിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവിയാണ്. കൂടെ ഉള്ളത് ഡോക്ടർ രാകേഷ്, കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ അർജുൻ മേപ്പാടി CHCയിലെ ശിശുരോഗ വിദഗ്ധനാണ്. നമ്മൾ ഈ ഒരു വയനാട് ജില്ലയിൽ വാക്സിനേഷൻ എല്ലാ കുട്ടികൾക്കും നൽകുക, വാക്സിനേഷന്റെ തെറ്റായ ധാരണകൾ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വയനാട്ടിലുള്ള ഓരോ കുട്ടിക്കും വാക്സിനേഷൻ ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ വാക്സിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചർച്ചയിലൂടെ തന്നെ ഈ വാക്സിനേഷൻ എന്താണ്, വാക്സിനേഷൻ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സർ, എന്താണ് വാക്സിനേഷൻ? നമസ്കാരം, ഞാൻ ഡോക്ടർ ചന്ദ്രശേഖരൻ, പീഡിയാട്രിഷ്യനാണ്. ജില്ലാശുപത്രിയിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും വായുവിലും വെള്ളത്തിലും എല്ലാം നിരവധി രോഗാണുക്കളുണ്ട്. പക്ഷെ നമുക്ക് അസുഖം വരുന്നത് താരതമ്യേന കുറവാണ്. അതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള രോഗപ്രതിരോധ സംവിധാനമാണ്. ഏതെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനം ഉണരുകയും ഈ രോഗാണുവിനെ നേരിടാനുള്ള ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു അസുഖത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നത് രോഗാണു ഒന്ന് കയറി നമ്മുടെ ശരീരത്തിലേക്ക് കയറി നമ്മുടെ ശരീരം അതിനെതിരെയുള്ള രോഗപ്രതിരോധ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നു, ആ രോഗാണുവിനെ കീഴടക്കുന്നു, അങ്ങനെ അസുഖം മാറുന്നു. ഇതാണ് സാധാരണ സംഭവിക്കുക. പക്ഷേ ഈ പ്രക്രിയയാണ് നമ്മൾ ഒരു രോഗപ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ ശാസ്ത്രം കണ്ടുപിടിച്ചു ഇത് രോഗാണു കയറണമെന്നില്ല, മറിച്ച് രോഗാണുവിനെ പോലുള്ള ഒരു സാധനം കയറിയാലും നമ്മുടെ ശരീരം ഇതിനെതിരെ പ്രതിരോധ സംവിധാനം ഉണരും, ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും എന്ന് കണ്ടെത്തി. അതാണ് യഥാർത്ഥത്തിൽ ഈ ഇമ്മ്യൂണൈസേഷൻ്റെ അടിസ്ഥാന തത്വം. അതായത് രോഗാണു കയറുന്നതിന് പകരം ഒരു ജീവനില്ലാത്ത രോഗാണു ആയിക്കോട്ടെ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ രോഗാണു ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരം വിചാരിക്കും ഇത് രോഗാണെന്ന് വിചാരിച്ച് അതിനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ എന്തായി? രോഗാണു കയറിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ നമ്മുടെ ശരീരം ആൻറ്റിബോഡിയെ ഉൽപ്പാദിപ്പിച്ച് രോഗാണുവിനെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതാണ് ഇമ്മ്യൂണൈസേഷൻ്റെ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ രോഗാണുവിനെ ഒന്നുകിൽ കൊന്നിട്ടോ അല്ലെങ്കിൽ അതിനെ വീര്യം കുറച്ചിട്ടോ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. നമ്മുടെ ശരീരം ഇത് രോഗാണുവെന്ന് വിചാരിച്ചിട്ട് അതിനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ശരിക്കും രോഗാണുക്കൾ വരുമ്പോൾ, അതായത് രോഗാണുബാധ വരുമ്പോൾ നമ്മുടെ ശരീരം തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ പ്രക്രിയയാണ് ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ്റെ അല്ലെങ്കിൽ രോഗപ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ അടിസ്ഥാന തത്വം. സാർ, ഇപ്പോൾ ഒരു സംശയമുണ്ട്. BCG പോലെയുള്ള വാക്സിനുകൾ നമ്മൾ ഒരു ഡോസേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ പോളിയോ അതുപോലെ പെൻഡാവാലൻ തുടങ്ങിയ വാക്സിനുകൾ ഒന്നിലധികം ഡോസുകൾ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇതിനുള്ള കാരണം? അത് ഓരോ രോഗാണുവിൻ്റെയും പ്രത്യേകതകളുണ്ട്. ആ രോഗാണുവിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് അതിൻ്റെ വാക്സിൻ ഉണ്ടാക്കുന്നത്. BCG ഒരു വാക്സിൻ അത് ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ്. അതിൻ്റെ ആ രോഗാണുവിന് ആ ഒരൊറ്റ സിംഗിൾ വാക്സിനേ ആവശ്യമുള്ളൂ. പക്ഷേ
ചില വാക്സിനുകൾ, പ്രത്യേകിച്ചും കിൽഡ് വാക്സിനുകൾ എന്നുണ്ടെങ്കിൽ രോഗാണുവിനെ കൊന്നതിന് ശേഷം അതിനെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്ന രീതിയാണ് കിൽഡ് വാക്സിൻ. അത്തരം വാക്സിനുകൾക്ക് ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി, ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ, രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രൊഡക്ഷൻ താരതമ്യേന കുറച്ച് സമയം നീണ്ടു നിൽക്കുള്ളൂ. അതുകൊണ്ട് അതിന് ഒരു ഡോസ് മതിയാവില്ല, അത് 2-3 പ്രാവശ്യം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ബൂസ്റ്റർ എടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പെൻഡാവാലിൻ്റെ വാക്സിൻ ആണെങ്കിൽ നമ്മൾ 6 മാസത്തിൽ, 10 മാസത്തിൽ, 14 മാസത്തിൽ കൊടുത്തു. അതുകൂടാതെ നമ്മൾ ബൂസ്റ്റർ ഡോസ് പിന്നെ എടുക്കുന്നുണ്ട്. കാരണം അത്തരം വാക്സിനുകളിലെ ഇമ്മ്യൂണിറ്റി ഓരോ പ്രാവശ്യം നമ്മൾ വാക്സിൻ കൊടുക്കുമ്പോഴും അതിൻ്റെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യം കൂടിയ ആൻറ്റിബോഡി കുറച്ച് കുറയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വാക്സിൻ കൊടുക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കൂടും. പിന്നെ ഓരോ പ്രാവശ്യം കഴിയുന്നതോറും അതിൻ്റെ ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ കൂടി നമുക്ക് വേണ്ട ഓപ്റ്റിമായ ലെവലിലേക്ക്, ഏറ്റവും പാകത്തിനുള്ള ലെവലിലേക്ക് ആൻറ്റിബോഡി ഉൽപ്പാദനം സംഭവിക്കും. അതുകൊണ്ടാണ് ചില വാക്സിനുകൾക്ക് ഇത്തരം പല പ്രാവശ്യം കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ സാറ്, പൊതുവെയുള്ളൊരു സംശയം, വാക്സിനുകളിൽ ഈ മെർക്കുറി, അലൂമിനിയം പോലെയുള്ള ഘടകങ്ങളുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അത് ശരീരത്തിന് ദോഷം ചെയ്യില്ലേ? എന്താണ് അതിനെക്കുറിച്ച് സാറ് പൊതുജനങ്ങളോട് പറയാനുള്ളത്? ഇത് വളരെ കാലമായി പ്രചാരത്തിലുള്ള ഒരു കെട്ടുകഥയാണ്. യഥാർത്ഥത്തിൽ ഈ മെർക്കുറിയുടെയും അലൂമിനിയത്തിൻ്റെയും വളരെ ചെറിയ അംശങ്ങളുണ്ടെന്നുള്ള സത്യമാണ്. അലൂമിനിയം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു അഡ്ജുങ്ക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വീര്യം കൂട്ടാനുള്ള, അതിൻ്റെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു കാര്യമായിട്ടാണ് അലൂമിനിയം ഉപയോഗിക്കുന്നത്. അതിൻ്റെ അളവ് എന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിക്കാണ്. അത് നമ്മുടെ സാധാരണ ഭക്ഷണത്തിലുള്ള അത്ര പോലും അളവില്ല, അത്രയ്ക്ക് ചെറിയ അളവുകളാണ്. അത് നമ്മുടെ വാക്സിൻ വിരുദ്ധരുടെ ഒരു കെട്ടുകഥ മാത്രമാണത്. രാകേഷ്, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആൾക്കാരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, വാക്സിനിൽ സുരക്ഷിതമാണെന്നുള്ള ആൾക്കാർക്ക് സംശയമുണ്ട്. അതുപോലെ പോളിയോ വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പ്രചാരം നടത്താറുണ്ട്. പ്രത്യേകിച്ചും പൾസ് പോളിയോ കാലത്ത് അങ്ങനെ പ്രചാരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചില മീസിൽസ് വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നു പറഞ്ഞു, ഇങ്ങനെ ഇത്തരം പ്രചരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ആൾക്കാരെ കുത്തിവയ്പ്പെടുക്കുന്നതിൽ നിന്നും തടയുന്നുണ്ട്. ഇതിൽ രാകേഷിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മൾ ഒരുപാട് ഗവേഷണ പഠനങ്ങൾക്ക് ശേഷമാണ് ഒരു വാക്സിൻ നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ചേർക്കുന്നത്. മൃഗങ്ങളിലെ പരീക്ഷണം നടത്തുന്നുണ്ട്, വാക്സിൻ്റെ ഗുണനിലവാരം നോക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗപ്രദമാണോ, സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് വാക്സിന് ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആശങ്ക അനാവശ്യമാണ്. പിന്നെ സാർ ചോദിച്ച പോലെ പലർക്കും ഉള്ളൊരു സംശയമാണ്, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം, പോളിയോ വാക്സിൻ ലൈംഗിക ശേഷിയെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ MMR വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പോളിയോ വാക്സിനോ എന്നല്ല മറ്റൊരു വാക്സിനും ലൈംഗിക ശേഷിയെ ബാധിക്കുന്നില്ല. ജനസംഖ്യ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല വാക്സിൻസ്. അതുപോലെ MMR വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതല്ലെങ്കിലും അതെ, ഒന്ന് ഓർത്താൽ മതി, നാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കുത്തിവയ്പ്പെടുത്തുന്നു, പോളിയോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക്. അവരെല്ലാം ലൈംഗിക ശേഷി ഇല്ലാതായിരുന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ജനസംഖ്യ കൂടില്ലല്ലോ. അതൊരു സാമാന്യ ബുദ്ധി മാത്രമാണ്. സാർ, അതുപോലെ തന്നെ പഴയ തലമുറയിലെ ആളുകൾ പലരും, ഈ തലമുറയിലെ ചിലരും വാക്സിൻ എടുക്കാതെ തന്നെ പല അസുഖങ്ങളും ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ വാക്സിൻ എടുത്ത പലർക്കും മറ്റു പല അസുഖങ്ങളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക? സാധാരണ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പോരെ? അതിൽ മുൻതലമുറയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് രസകരമാണ്. കാരണം അക്കാലത്ത് അതിൻ്റെ ആൾക്കാരുടെ ജീവിത കാലാവധി ഏതാണ്ട് 45-50 വയസ്സൊക്കെ ആയിരുന്നു. ഇപ്പം അത് 75 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പഴയ ആൾക്കാരുടെ കാര്യം നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഈ കഥകളിൽ മാത്രം, വാട്സപ്പിൽ മാത്രം കാണുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം അക്കാലത്ത് സ്മോൾ പോക്സ് പോലുള്ള അസുഖങ്ങൾ, കോളറ പോലുള്ള അസുഖങ്ങൾ ആൾക്കാരുടെ ജനപദങ്ങളെ തന്നെ, സമൂഹങ്ങളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന കഥയാണ്. അതുകൊണ്ട് ആ സ്മോൾ പോക്സ് പോലുള്ള, അതായത് വസൂരി പോലുള്ള രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തത് യഥാർത്ഥത്തിൽ നമ്മുടെ വാക്സിനാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ തലമുറത്തെ കഥ വളരെ കഷ്ടമാണ്. അത് മാത്രമല്ല, നമുക്കറിയാം പണ്ട് കാലത്ത് നമുക്ക് ധാരാളം കുഞ്ഞുങ്ങൾ ജനിക്കുമായിരുന്നു. ഓരോ കുടുംബത്തിലും ഓരോരുത്തർക്കും 8-10 കുട്ടികളെ പ്രസവിക്കുകയും, പക്ഷേ അതിൽ 2-3 പേര് മരിക്കുകയൊക്കെ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഒരു കുഞ്ഞ് മരിക്കാന്നുണ്ടെങ്കിൽ അതൊരു വാർത്തയാണ്. അതുകൊണ്ട് അന്നത്തെ കാര്യമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റാത്ത കാര്യമാണ്, നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇന്നും ഇപ്പോൾ കുത്തിവയ്പ്പെടുക്കാത്ത ആൾക്കാർ ഞങ്ങൾക്ക് കുഴപ്പമില്ലോ എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കഥ മറ്റൊന്നാണ്. അത് നമ്മുടെ ഹെറിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ ആൾക്കാരും കുത്തിവയ്പ്പെടുക്കുന്നുണ്ട്. ആ കുത്തിവയ്പ്പെടുത്ത ആൾക്കാരുടെ കുഞ്ഞുങ്ങളും അവരൊക്കെ രോഗപ്രതിരോധ സംവിധാനമുള്ള ആൾക്കാരാണ്, അവർക്ക് രോഗപ്രതിരോധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരെല്ലാം ചേർന്നിട്ട് സമൂഹത്തിൽ ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കുന്നുണ്ട്. രോഗാണുവിന് ഈ കുത്തിവയ്പ്പെടുക്കാത്ത ആൾക്കാരിൽ എത്തണ്ടേ, അതെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റുമുള്ള എല്ലാവരും പ്രതിരോധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കുത്തിവയ്പ്പെടുക്കാത്ത ആൾക്കാർ പോലും രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ രോഗം വരുന്ന കാര്യം, നമ്മൾ കുത്തിവയ്പ്പെടുക്കുന്നത് ചില
മാരകമായ രോഗങ്ങളെ ഇല്ലാതാക്കാൻ വരാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള കുത്തിവയ്പ്പാണ്. അല്ലാണ്ട് പനിയും ചുമയും വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പല്ല. അപ്പോൾ പനിയും ചുമയും വരും, പക്ഷേ മാരകമായ രോഗങ്ങൾ, അതായത് ഡിഫ്തീരിയ, അതുപോലെ വില്ലൻ ചുമ തുടങ്ങിയ രോഗങ്ങളെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും അത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് കുത്തിവയ്പ്പ് എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം പൊതുവിൽ ഇങ്ങനെയാണെങ്കിലും ചില സമയത്ത് കഷ്ടകാലത്തിന് രോഗാണു ഒന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്. ശ്രോതാക്കൾ കേട്ടത് വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയിൽ വെച്ച് നടത്തിയ പാനൽ ചർച്ച. ചർച്ചയിൽ പങ്കെടുത്തവർ: വയനാട് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ജെറിനസ് ജെറോഡ്, മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മുൻ ശിശുരോഗ വിദഗ്ധനും IAP വയനാട് പ്രസിഡന്റുമായ ഡോക്ടർ ചന്ദ്രശേഖരൻ, കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രാകേഷ്, മേപ്പാടി CHCയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അർജുൻ CM. തുടർന്ന് കേൾക്കാം നാളെ ഇതേ സമയം. വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം.